ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് ഓരോ ഏരിയയും ഒരു ഫിക്സ്ഡ് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സ് പോലെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ എടുത്താൽ ഇന്ന സ്വിച്ച് ഇട്ടാൽ ഇന്ന ലൈറ്റ് കത്തും. അതുപോലെ ബ്രെയിനിൽ സംസാരത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്, കൈ അനക്കാൻ ഒരു ഏരിയ, ഈവൻ നമ്മൾ പെരുവിരൽ അനക്കാൻ ഒരു ഏരിയ. ബ്രെയിൻ വന്ന് അത് ആ നാച്ചുറലായിട്ട് ഒരു ബോക്സിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു ബോക്സ് അത്രയ്ക്കും ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഒരു വലിയ ബോക്സാണ് സ്കല്ലിൻ്റെ അകത്ത് നേച്ചർ തന്നെ അത് അങ്ങനെ ബ്രെയിന് സേഫായിട്ട് വെച്ചിരിക്കും. ഡാമേജ് ഒൻസ് അക്കേർഡ് ആണെങ്കിൽ ലൈഫ് ലോങ് ആണ്, നമുക്ക് ഫുള്ളായിട്ട് അത് പഴയതുപോലെ ആക്കാൻ പറ്റത്തില്ല. പക്ഷേ ബ്രെയിന് നമുക്ക് വീണ്ടും ട്രെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു കൊച്ചുകുട്ടി ആദ്യം ജനിച്ചിട്ട് പിന്നെ 6 മാസത്തിൽ നിൽക്കുന്നു പിന്നെ നടക്കുന്നു, അതേപോലെ നമ്മൾ ന്യൂറോ റീഹാബിലിറ്റേഷനിൽ അവരെ തിരിച്ച് അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും. എനിക്കറിയാം എസ് കെ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ ഞാൻ മാമിനോട് ഏത് വിഷയം സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോൾ മാം എന്നോട് പറഞ്ഞത് നമുക്ക് ന്യൂറോ റീഹാബിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് പ്രതീക്ഷ നൽകുന്ന, ജീവിതത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുന്ന ന്യൂറോളജിയിലെ ഒരു വിഭാഗമാണ്. പക്ഷേ പലർക്കും അത്രമേൽ അറിയുമെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ മാം ഒരു സിമ്പിൾ വേർഡ്സിൽ ഒരു കോമൺ മാന് പരിചയപ്പെടുത്താവോ, എന്താണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ? നമസ്കാരം. ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട, അതായത് ഏതെങ്കിലും ഒരു ന്യൂറോളജി അസുഖം കാരണം അല്ലെങ്കിൽ ന്യൂറോ സർജിക്കൽ അസുഖം കാരണം നഷ്ടപ്പെട്ട ഫങ്ഷൻസ് തിരിച്ചെടുക്കാൻ ഒരു റീവയറിങ് പ്രോസസ്സാണ്. ബ്രെയിനിൻ്റെ റീവയറിങ് പ്രോസസ്സാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അതൊരു ടീം വർക്കാണ്. ഒരു ന്യൂറോളജിസ്റ്റോ ഒരു ന്യൂറോ സർജൻ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അതിൽ നമുക്ക് കയ്യിൽ 10 വിരലുകൾ ഇരിക്കുന്ന പോലെ പലരുടെ ഹെൽപ്പുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ്, അങ്ങനെ പലരുടെ ഹെൽപ്പിൽ ടീമായിട്ട് ചെയ്ത് ആ പേഷ്യൻ്റ് നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ തിരിച്ചെടുക്കാനുള്ള സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. മാം, ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ബ്രെയിനിലെ ഒരു ഫങ്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഏതൊക്കെ കണ്ടീഷൻസിലാണ്? ഇപ്പോൾ സ്ട്രോക്ക് വരുമ്പോഴാണോ, മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ, ഏത് കണ്ടീഷനിലാണ് ശരിക്കും ഈ ബ്രെയിനിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ? ബ്രെയിനിൻ്റെ ഫങ്ഷൻ പല അസുഖങ്ങളിലും നഷ്ടപ്പെടാം. ചിലപ്പോൾ അത് ജന്മനായിട്ടുള്ളതായിരിക്കും, അതായത് കൊച്ച് ജനിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയം തന്നെ വരുന്ന എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ ഇൻസൾട്ട് അമ്മയ്ക്ക് വരുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ, അപ്പോൾ കൊച്ച് ജനിക്കുമ്പം അത് ഒരു ഭാഗം ബ്രെയിനിൽ ഡിസ്ഫങ്ഷനായിട്ട് ജനിക്കാം. അതല്ലെങ്കിൽ ജനിക്കുന്ന സമയത്തിൽ പോലും, ഡെലിവറി ടൈമിൽ പോലും ഇപ്പം ആ സമയം ഒത്തിരി ഡിലേ ആയിട്ട് വരുവാണെങ്കിൽ ബ്രെയിനിന് ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ വന്നിട്ട് ഹൈപ്പോക്സിയ, ബ്രെയിൻ ഹൈപ്പോക്സിയ എന്ന് പറയും, ബർത്ത് അസ്ഫിക്സിയ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊച്ചൊരു സെറിബ്രൽ പാൽസി എന്ന് നമ്മൾ പറയുന്നത് കണ്ടീഷൻ, പിള്ളേർ നടക്കാൻ പറ്റാതെയും സംസാരിക്കാൻ പറ്റാതെയും ആൾക്കാരെ തിരിച്ചറിയാൻ കഴിവില്ലാതെയും വരാം. ഓർ അക്വേർഡായിട്ട് പിന്നെ ജീവിതത്തിൽ ഇപ്പം ബ്രെയിൻ ഇൻഫെക്ഷൻ, മെനിങ്കോ എൻകഫലൈറ്റിസ് കഴിഞ്ഞിട്ട് നല്ലൊരു സിവിയർ ഇൻഫെക്ഷൻ വന്ന് അത് കഴിഞ്ഞിട്ട് ജീവിതകാലം ഫുൾ അവർക്ക് ഒരു സൈഡിൽ തളരുകയോ അല്ലെങ്കിൽ ജന്നി വരുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ അവർക്ക് ഒരു IQ ലെവൽ കുറഞ്ഞിട്ട് ഡിസേബിൾഡ് പേഴ്സണായിട്ട് വരാം. അതല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളിൽ വരാം കോമൺ ആയിട്ട്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് അഡൾട്ട് ലൈഫിൽ കാണുന്നത് സ്ട്രോക്സ് ആണ്. പീഡിയാട്രിക് പിള്ളേരുടെ ഇതിൽ കാണുന്നത് ഈ ജന്മനായിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ജെനറ്റിക് ആയിട്ടുള്ള ഡിഫക്ട്സിൽ വരാം. അപ്പം പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷം സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നിട്ട് വരാം. അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ ഡീമൈലിനേഷൻ, ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖത്തിൽ ഡീമൈലിനേഷനിൽ ബ്രെയിനും അഫക്റ്റ് ചെയ്യാം, സ്പൈനും അഫക്റ്റ് ചെയ്യാം. മാം, ഇത് കേൾക്കുമ്പോഴേ മാം കുഞ്ഞുങ്ങളുടെ കാര്യവും മുതിർന്നവരുടെ കാര്യവും കൈകാര്യം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ജനന സമയം അല്ലെങ്കിൽ ഈ വാക്യൂം ഡെലിവറി ചെയ്യുന്നു, ഇതൊക്കെ പലർക്കും സംശയമാണ്, ഇത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ത്രെറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും കണ്ടത്? യൂഷ്വലി ഇത് പോസ്റ്റ് ഒരു ഒരു വെജൈനൽ ഡെലിവറിയിലാണ് ഈ കാരണം ആ ഒരു പ്രോസസ്സിൽ കൂടെ കൊച്ച് വെളിയിൽ വരുന്ന സമയം ഡിലേ വരുന്നാലും, അല്ലെങ്കിൽ ചിലപ്പോൾ മെക്കോണിയൽ ആസ്പിറേഷൻ എന്ന് വെച്ചാൽ കൊച്ചിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നു, ഈ കോഡ്, അംബ്ലിക്കൽ കോഡ് കഴുത്തിൽ ചുറ്റിട്ട് ബ്രെയിനിന് ഓക്സിജൻ കിട്ടാതെ വന്നിട്ട് വരുന്ന സമയത്തിൽ അത് കഴിഞ്ഞിട്ട് ബ്രെയിനിന് എന്ന് പറഞ്ഞാൽ അധികം നേരം ഓക്സിജൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത ഒരിതാണ്. അപ്പം അത് കഴിഞ്ഞ് വരുന്ന ഡാമേജ് ലൈഫ് ലോങ് പെർമനൻറ്റ് ഡാമേജസ് ആയിട്ട് വരാം. സിസേറിയൻ ഡെലിവറീസിൽ യൂഷ്വലി ഇത് കാണാറില്ല, കാരണം ഉടനെ കൊച്ചിനെ പുറത്തെടുക്കുന്ന. പക്ഷെ നോർമൽ ഡെലിവറിയിൽ ചിലപ്പം ഇത് കാണാം.
മാം, ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം മാറ്റി നിർത്തിയാൽ മുതിർന്നവരിൽ നമുക്കറിയുന്നത് സ്ട്രോക്ക് വന്നാൽ നിങ്ങളൊന്ന് കിടന്നു പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കിടക്കലാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അതല്ല, സ്ട്രോക്ക് വന്ന മനുഷ്യരെ നമുക്കിത് തിരിച്ചു വരാൻ സഹായിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ആ പ്രോസസ്സ്? അത് ഇതൊരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ്. പലരും സ്ട്രോക്ക് വന്ന് ഇപ്പം എക്സ്പെഷ്യലി 70+ ആവുന്നവരില്ലെങ്കിൽ 80+ ഉള്ളവർ ഒരിക്കൽ സ്ട്രോക്ക് വന്ന് ഇപ്പം ഫസ്റ്റ് ആ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു അലിയിക്കുന്ന ടൈമും ത്രോംബെക്ടമി ടൈമിൽ നമ്മൾ മെയിനായിട്ട് നമ്മളത് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഇതുപോലത്തെ ഡിസബിലിറ്റീസിൽ വരാതിരിക്കാൻ. പക്ഷെ പല കാരണങ്ങളിലും നമുക്ക് ആ ചിലപ്പം പേഷ്യൻ്റ് അറിയാതെ നൈറ്റിൽ ഉറങ്ങിപ്പോയി സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ വേറെ ചില ട്രെയിനിൽ ട്രാവൽ ചെയ്ത് നിയറസ്റ്റ് സ്റ്റേഷനിൽ പോകാൻ പറ്റും. ഇങ്ങനെ പല റീസൺസിൽ നമുക്ക് അഡ്വാൻസ് മെഡിക്കേഷൻ ഇതിൽ ചെയ്യാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ വലിയ സ്ട്രോക്ക് ത്രോംബെക്ടമി ചെയ്താൽ പോലും നമുക്ക് ചിലപ്പം ഡിസേബിൾഡ് ആയിട്ട് വരും. അവർ നമ്മൾ ആ ഒരു ആക്ച്വലി ഒരു ഫസ്റ്റ് റീഹാബിലിറ്റേഷൻ തുടങ്ങുന്നത് നമ്മൾ ICUവിൽ തന്നെ ഏർലി റീഹാബ് തുടങ്ങും. 3rd ഡേ കഴിഞ്ഞിട്ട് ഒരു പാസീവ് ചെറിയ മൊബിലൈസേഷൻസ് ഫിസിയോതെറാപ്പി, അതിൽ ഫസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിനെ. ഒരു ചെറിയ ലിം മൂവ്മെൻറ്റ്സ്, ഇപ്പം ഒരു സൈഡ് പലതരം സ്ട്രോക്സ് ഉണ്ട്. ഇപ്പം സ്ട്രോക്ക് കാരണം വന്ന ബുദ്ധിമുട്ട് കൈയും കാലും ഒരു സൈഡിൽ തളർന്നു പോയാൽ അതിന് പതുക്കെ പാസീവ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വൺസ് ആ ന്യൂറോ ക്രിട്ടിക്കൽ ടൈം കഴിഞ്ഞ് പേഷ്യൻ്റെ കുറച്ച് നമ്മൾ ICUന്ന് വാർഡിലോട്ട് ആക്കുന്ന സമയം ആയിരിക്കും അവർ ആക്റ്റീവായിട്ട് മൊബിലൈസ് ചെയ്യാൻ തുടങ്ങും. ഈ പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓൾറെഡി പേഷ്യൻസ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം ഒരു സ്ട്രോക്ക് വന്ന് പേഷ്യൻറ്റിനൊക്കെയും ബൈസ്റ്റാൻഡർ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ ICUവിൽ രോഗി കിടക്കുമ്പോൾ അല്ല, അത് കഴിഞ്ഞ് ഒരു 2 വീക്സ് ഈ ജീവൻ അപകടത്തിൽ തന്നെ നമ്മൾ തിരിച്ച് കിട്ടുന്ന സമയം പലരും അത് കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്യത്തില്ല. കാരണം അവരും ജോലിയെല്ലാം വിട്ടിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. തിരിച്ച് അവർക്ക് ജോലി പോകണം, വീട്ടിൽ പോകണം. അപ്പം പലപ്പോഴും എൽഡേർലി പേഷ്യൻസ് ജസ്റ്റ് ഒരു കെയർ ഗിവറിൽ ബെഡ് റിഡൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കാരണം തന്നെ വൺസ് ബെഡ് റിഡൻ ആയാൽ പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങൾ വരും. അതായത് ബെഡ് സോറ്, പിന്നെ കുറേ നാൾ യൂറിൻ ട്യൂബ് കിടന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പലപ്പോഴും സ്ട്രോക്കിനെക്കാളും ഈ സെക്കൻഡറി ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് കാരണമാണ് നമ്മൾ ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ്. സോ അതിൽ ഏർലി റീഹാബിലിറ്റേഷൻ ചെയ്ത് ഒരു നല്ല റീഹാബിലിറ്റേഷൻ സെൻറ്റർ വഴി ഏർലിയറായിട്ട് തന്നെ വൺസ് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് അവർക്കൊരു പ്രോട്ടോക്കോളുണ്ട്. വൺസ് കുറച്ച് റൂമിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പം നമ്മൾ പിന്നെ അവരെ ഇരുത്താൻ നോക്കും. അതായത് തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് റീവയറിങ് ദ ബ്രെയിൻ ആണ്. റീവയറിങ് അത് വീണ്ടും നമ്മൾ ട്രെയിൻ ചെയ്യുന്നു ബ്രെയിനിന്. നഷ്ടപ്പെട്ട ഫങ്ഷൻസിനെ തിരിച്ചെടുക്കാൻ വീണ്ടും നമ്മൾ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന കാരണങ്ങളാണ്. അപ്പം ഇതിൽ പലരുടെ സഹായം വരും. ഇപ്പം ഒരു പേഷ്യൻ്റ് സംസാരിക്കും, ഇപ്പോൾ ഇടത് സൈഡാണ് നമ്മൾ സംസാരിക്കുന്ന ഏരിയ ഉള്ളത്. ഇപ്പോൾ ഇടത് സൈഡ് ബ്രെയിനിലാണ് സ്ട്രോക്കോ അല്ലെങ്കിൽ ഈവൻ ഒരു ബ്ലീഡിങ് ബ്രെയിനിൽ വന്നാൽ പോലും ചിലപ്പം സംസാരം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പല ടൈപ്പ് അഫേസ് ലാംഗ്വേജ് പ്രോബ്ലംസ്, അതായത് ചിലപ്പോൾ അവർക്ക് വന്നിട്ട് ഈ നമ്മൾ പറയുന്നത് മനസ്സിലാവും ബ്രോക്കാസ് അഫേസിൽ, പക്ഷെ അവർക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല. കോംപ്രിഹെൻഷൻ ഇൻടാക്റ്റ് ആയിരിക്കും, തിരിച്ച് വേർഡ് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വെർണിക്കേസ് അഫേസ് എന്ന് പറയുമ്പം നമ്മൾ പറയുന്നതേ അവർക്ക് മനസ്സിലാവില്ല, അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ബ്രെയിനിൽ ഓരോ ഏരിയയിൽ വരുന്ന ഫങ്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഇതിന് റോൾ വരുന്നത് സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരിലും ഈക്വലായിട്ട് അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റ് നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അസസ് ചെയ്തിട്ട് കുറച്ചൊരു പ്രീ ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡെയിലി വന്ന് കണ്ടിട്ട് സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ തുടങ്ങും. ഫിസിയോതെറാപ്പി കൊണ്ട് കുറച്ച് പേഷ്യൻറ്റ് ഷിഫ്റ്റബിൾ ആകുമ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഫിസിയോ, കാരണം അവിടെ മെഷീൻസിന് സപ്പോർട്ട് വേണം. അപ്പോൾ ആദ്യം അവർ കിടരോഗീനെ കുറച്ച് സിറ്റിംഗ് ബാലൻസിന് ഇരുത്താൻ നോക്കും. വൺസ് സിറ്റിംഗ് ബാലൻസ് ആകുമ്പോൾ നമ്മൾ വീൽ ചെയറിൽ തന്നെ താഴെ ഡിപ്പാർട്ട്മെൻറ്റൽ ഫിസിയോ കൊടുക്കാൻ തുടങ്ങും. ഡിപ്പാർട്ട്മെൻറ്റൽ ഫിസിയോയിൽ പിന്നെ അവർ ടേബിൾ വഴി സ്റ്റാൻഡിങ് ബാലൻസ് നിർത്താൻ നോക്കും. എങ്ങനെ ഒരു കൊച്ചുകുട്ടി ആദ്യം ജനിച്ചിട്ട് പിന്നെ 6 മാസത്തിൽ നിൽക്കുന്നു പിന്നെ നടക്കുന്നു, അതേപോലെ നമ്മൾ ന്യൂറോ റീഹാബിലിറ്റേഷനിൽ അവർ തിരിച്ച് അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഫുൾ റീഹാബ് നമ്മൾ എത്ര ചെയ്താലും ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളുടെ എയിം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് സ്വന്തം കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, നമുക്ക് ആ ഒരു ലൈഫിലോട്ട് അവരെ കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ.
മാം, ഇത് തന്നെയാണ് എൻ്റെ ഒരു സംശയമുള്ളത്. ചില മനുഷ്യർ സ്ട്രോക്ക് വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ കണ്ടീഷൻ വന്നിട്ട് പൂർണ്ണമായും റിക്കവർ ആവുന്നു, ചില മനുഷ്യർ പാർഷ്യലി റിക്കവർ ആവുന്നു, ചില മനുഷ്യർ ബെഡ് റിഡൻ ആയി പോകുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാറ്റം എങ്ങനെ സംഭവിക്കുന്നത്? അത് ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് ഓരോ ഏരിയയും ഒരു ഫിക്സ്ഡ് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സ് പോലെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ എടുത്താൽ ഇന്ന സ്വിച്ച് ഇട്ടാൽ ഇന്ന ലൈറ്റ് കത്തും. അതുപോലെ ബ്രെയിനിൽ സംസാരത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്, കൈ അനക്കാൻ ഒരു ഏരിയ, ഈവൻ നമ്മൾ പെരുവിരൽ അനക്കാൻ ഒരു ഏരിയ, കാലനക്കം വേറെ. അപ്പോൾ ഇനി ഇതല്ലാതെ തലാമസ് എന്നൊരു ഏരിയയിലാണ് നമ്മുടെ എല്ലാ ഉണർച്ചകൾ പോകുന്ന ഫൈബേഴ്സ് ഒരുമിച്ച് നരമ്പുകളെല്ലാം പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഏത് ഏരിയയിലാണോ സ്ട്രോക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഇൻഫെക്ഷൻ കൂടുതൽ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നത്, ആ ഏരിയയുടെ പ്രവർത്തനമായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ അതിന് ഫോക്കസ് ചെയ്തിട്ട് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട്, അതായത് നമ്മുടെ കൈ വെച്ചിട്ട് വിരലുകൾ വെച്ചിട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു കാർപ്പൻറ്ററാണ്, പുള്ളിക്കാണ് സ്ട്രോക്ക് വന്നതെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് പുള്ളിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഫിംഗേഴ്സിൻ്റെ ഇതുണ്ട്, അല്ലെങ്കിൽ പെയിൻറ്റേഴ്സ്. അപ്പോൾ അവർക്ക് നമ്മൾ അത് അവരുടെ റീഹാബിലിറ്റേഷന് കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാനാണ്. ലാർജ് മസിൽസിൻ്റെതെല്ലാം കൂടുതലും ഫിസിയോതെറാപ്പിയിലാണ് വരുന്നത്. സ്മോളർ മസിൽസ് നമ്മൾ തിരിച്ച് ജോലിക്ക് പോകേണ്ടത് കാര്യങ്ങൾ ചെയ്യുന്നത് വന്നിട്ട് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നൊരു വിങ് ഉണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. മാം, ഇതൊരു ടീം വർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലെവിടെയാണ് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ റോൾ, മാമിൻ്റെ റോൾ ഇതിൽ ഏതാണ്? എൻ്റെ റോൾ എന്തെന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത് ന്യൂറോളജിയിലും അതിൽ ഇപ്പം ന്യൂറോളജി ഒരു തിരക്ക് കൂടിയ ഒരു ഫീൽഡാണ്. നമുക്ക് പാർക്കിൻസോണിസം, പല രോഗങ്ങളുണ്ട്, ഫിറ്റ്സ്, ഇങ്ങനെ. അപ്പം നമ്മൾ അതിൽ ഒരു ഭാഗമാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അപ്പം നമ്മുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്, ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗൈഡ് ചെയ്യുന്നതും പിന്നെ നമ്മളതിൻ്റെ പാഷൻ അനുസരിച്ച് നമ്മൾ അവർ ഫോളോ അപ്പ് ചെയ്യുന്നതും ഉണ്ട്. ഇപ്പം നമ്മൾ തിരിച്ച് പേഷ്യൻ്റ് വരുമ്പം ചിലപ്പം സ്പീച്ച് തെറാപ്പി കിട്ടിക്കാണത്തില്ല, ഫിസിയോ മാത്രം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കണം. റിവ്യൂ വരുമ്പം സ്പീച്ചിൽ നമുക്ക് കോമണൻ്റിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്. പിന്നെ തിരിച്ച് വന്ന് പേഷ്യൻ്റ്, ഞാനൊരു പെയിൻറ്ററാണ്, എനിക്ക് തിരിച്ച് പെയിൻറ്റിങ്ങിൽ പോകണം, പക്ഷേ എനിക്കൊണ്ട് കൈയൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്, ഒരു മാസം കഴിഞ്ഞ് വരും. അപ്പം നമ്മൾ അവരെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനോട് ഗൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏത് ഫങ്ഷൻ പോയിരിക്കുന്ന മനസ്സിലാക്കി അതിൽ. പിന്നെ ഇനിയിപ്പോൾ ചിലർക്ക് ഓർമ്മക്കുറവ് വരും അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്വഭാവ വ്യത്യാസങ്ങൾ വരാം ബ്രെയിനിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ ഉണ്ട്, സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യും. സോ ബേസിക്കലി ഇത് ടീം വർക്ക്. പിന്നെ പലപ്പോഴും ആദ്യത്തെ ഫേസിൽ നമുക്ക് ഇപ്പം സെയിം തിങ്, നമ്മളിപ്പോൾ ജിമ്മിൽ പോകണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ ഇല്ലാതെ ഒരു മസിൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തിരിച്ച് നമ്മുടെ ഫങ്ഷൻസ് റീഗെയിൻ ചെയ്യണമെങ്കിൽ ഡയറ്റീഷ്യൻ്റെ റോള് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് ചെയ്ത് ഇവരുടെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് എക്സസൈസ് കൂടുമ്പോൾ ഇവർക്ക് കൂടുതൽ ക്ഷീണം വരും. ഇപ്പോൾ ഇനി ചിലപ്പം ഇവർ റൈൽസ് ട്യൂബിലായിരിക്കും, അതായത് മൂക്കിൽ കൂടെ ട്യൂബിലായിരിക്കും ആദ്യത്തെ ഫീഡിങ്. അത് കാരണം നമ്മൾ ബ്രെയിനിൽ അഫക്റ്റ് ആകുമ്പം ഈ സ്വാലോയിങ്ങിൻ്റെ ഏരിയ അഫക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ചിലപ്പം ഓറൽ അപ്രാക്സിയ എന്ന് പറയും, അതായത് എങ്ങനെ കഴിക്കണമെന്ന് മറന്നു പോകും. അപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ റോള് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീച്ചിൻ്റെത് മാത്രമല്ല, സ്വാലോയിങ് ചിലപ്പോൾ നമ്മൾ ICUവിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ICUന്ന് റൂം മാറ്റുമ്പം ലാരഞ്ചോളജിസ്റ്റ് കണ്ടിട്ട് അവർ ലാരഞ്ചൽ അസസ്മെൻറ്റ് ചെയ്യും, അതായത് വാ വഴി പ്രശ്നമില്ലാതെ അവർക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അവർ അസസ്മെൻറ്റ് ചെയ്തിട്ട് ചിലർക്ക് അവർ തന്നെ ഡയഗ്നോസ് പറയും, ഇങ്ങനെ ഓറൽ അപ്രാക്സിയ ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന ഫേസിൽ ഇപ്പോൾ കഴിക്കാനായിട്ടില്ല. ചിലർക്ക് നമുക്ക് റെയിൽ സ്റ്റൂബ് മാറ്റാനേ പറ്റത്തില്ല, ചിലർ കിടരോഗിയായിരുന്നാലും വീൽ ചെയർ ബൗണ്ട് ആയാൽ പോലും റെയിൽ സ്റ്റൂബ് മാറ്റാൻ പറ്റാത്ത, കാരണം ബ്രെയിനിൽ ഒരു ഏരിയയിൽ വന്ന സ്ട്രോക്ക് അനുസരിച്ച്. അങ്ങനെയുള്ളവർ ഒരു മാസത്തിൽ കൂടുതൽ റെയിൽ ട്യൂബ് ഇട്ട് ഫീഡ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അവർക്കത് ഇറിറ്റേഷൻ, അത് ഇളകിപ്പോയി വീട്ടിൽ പോയിട്ട് ഇവർ ഫീഡിങ് അതുവഴി കൊടുത്താൽ അത് ലങ്സിലോട്ടൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് അവർ തന്നെ പറയും പെക് ട്യൂബ് എന്ന് പറയും, നമ്മൾ വയറിലൊരു ചെറിയ ഹോൾ വെച്ചിട്ട് ഒരു പൗച്ച് പോലെ, അപ്പോൾ ഫീഡിങ് എല്ലാം അതുവഴിയാവും. അപ്പം വൺസ് അവരുടെ എന്നിട്ട് സൈഡ് ബൈ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് വെച്ചിട്ട് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് സ്വാലോയിങ്, മുഴുങ്ങാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. കുറച്ചായിട്ട് ഈ മുഴുങ്ങാന്നുള്ള റിഫ്ലെക്സിന് പഠിപ്പിച്ചു കൊടുക്കും. വൺസ് അത് സെറ്റിലായി വീണ്ടും ലാരഞ്ചോളജിസ്റ്റ് കണ്ട് അത് വാവഴി കഴിക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞ ശേഷമേ നമ്മൾ ഈ ട്യൂബ് ക്ലോസ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യും. ഇതൊക്കെ ഓരോ പേഷ്യൻസിനും ഡിഫർ ആവും.
അപ്പം നമ്മുടെ പലർക്കും ഉള്ളൊരു ധാരണയാണ് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ അത് പോയതാണ്, പിന്നെ അത് വരില്ല എന്നുള്ളത്. അത് എത്ര ശരിയാണ്? എങ്ങനെയാണിത് റീവയറിങ് എന്ന പ്രോസസ്സ് എങ്ങനെയാണ് ഈ ബ്രെയിനിൽ നടക്കുന്നത്? ഇത് സിമ്പിളായിട്ട് പറയാൻ പോയാൽ ഇപ്പം നമ്മൾ മസിൽ ട്രെയിനിങ് ചെയ്യുന്നു ജിമ്മിൽ. ഓക്കെ, സെയിം പ്രോസസ്സാണ്. ബ്രെയിനിൽ ഡാമേജ് ഒൻസ് അക്കേർഡ് ആണെങ്കിൽ ലൈഫ് ലോങ് ആണ്. നമുക്ക് ഫുള്ളായിട്ട് അത് പഴയതുപോലെ ആക്കാൻ പറ്റത്തില്ല. പക്ഷേ ബ്രെയിന് നമുക്ക് വീണ്ടും ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ റീട്രെയിനിങ് പ്രോസസ്സിൻ്റെ പേരാണ് നമ്മൾ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെയിലി ന്യൂവർ അഡ്വാൻസസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അപ്പം ബേസിക്കലി ഇതാണ് നമ്മൾ റീട്രെയിനിങ് ദ ബ്രെയിൻ ഫങ്ഷൻ. പക്ഷേ അത് പല മോഡാലിറ്റീസ്. ഇപ്പം ഫിസിയോ കൈയും കാലും ബലക്കുറവാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് റോൾ, അല്ലെങ്കിൽ ബാലൻസിങ് ഇഷ്യൂസ് അതും ഫിസിയോതെറാപ്പിസ്റ്റിന് റോൾ, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് റോൾ, കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ, സ്പീച്ച് അഫക്റ്റഡ് ആണ് സ്പീച്ച് ആൻഡ് സ്വാലോയിങ്ങിന് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ട് എല്ലാവരും ടീമായിട്ട് നമ്മൾ നോക്കിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും ആ പേഴ്സണിന് ഒരു എവിടെയോ ഒരിടത്തിൽ ബെഡിൽ ലോകം കാണാൻ പറ്റാതെ ജീവിക്കുന്നതിനേക്കാളും അവർക്ക് കുറച്ചുകൂടെ, ചിലർ നമുക്ക് വീൽ ചെയറിലോട്ട് മാത്രമാക്കാൻ പറ്റും, ചിലർക്ക് നടക്കാൻ പറ്റും, ചിലർക്കും നമുക്ക് എത്ര ചെയ്താലും അവർ ബെഡ് റിഡൻ ആയിരിക്കും. സോ നമ്മളിവിടെ വി ആർ ട്രൈയിങ് വിത്ത് ലോട്ട് ഓഫ് പേഷ്യൻസ്. അതാണ് ഇതിൻ്റെ റൂൾ. മാം പറഞ്ഞു ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ എന്തെങ്കിലും അതൊരു 3rd ഡേ തന്നെ നമ്മൾ റീഹാബ് സ്റ്റാർട്ട് ചെയ്യാണ്. ചില മനുഷ്യർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടോ എന്തുകൊണ്ടായാലും കുറച്ച് നാളൊന്ന് കിടന്നു പോയി, പിന്നെയാണ് അറിയുന്നത് നമ്മളൊന്ന് ട്രെയിൻ ചെയ്താൽ ഇത് ചിലപ്പോൾ ശരിയായാലോ. അപ്പോൾ എത്ര നാൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും തുടങ്ങാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് ശരിക്കും? ഐഡിയലി ദ റീഹാബിലിറ്റേഷൻ, അതായത് ആ ഇഞ്ചുറി വന്നിട്ട് എത്രയും, അതായത് ആ പർട്ടിക്കുലർ കണ്ടീഷൻ നമ്മളൊന്ന് മെയിൻ ട്രീറ്റ്മെൻറ്റ്, അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ ചെയ്താൽ അത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ചാൻസസ് കൂടുതലാണ്. പക്ഷേ പലപ്പോഴും ഇത് പലരും അറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഡിഫിക്കൽട്ടിയിൽ അവർ വീട്ടിലൊക്കെ പോയിട്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വരുന്നവരും ഉണ്ട്. ആ സമയമാകുമ്പം നാച്ചുറലായിട്ട് തന്നെ ഇപ്പം കൈകാലിലാണ് ബലക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും, മസിൽ കോൺട്രാക്ചേഴ്സ് സ്റ്റിഫാവും, ജോയിൻസ് എല്ലാം സ്റ്റിഫാവും, അതൊരു പോസ്ചറിങ്ങിലോട്ട് പോവും. അത് നാച്ചുറൽ ഉപയോഗിക്കാതിരുന്ന ലിംപ്. അപ്പം അങ്ങനെ വരുന്ന പേഷ്യൻസ് ഇച്ചിരിയും കൂടെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളൊരു കമ്പാരിസൺ ചെയ്താൽ ഇപ്പം അക്യൂട്ടായിട്ടുള്ള ഒരു ഇഞ്ചുറി ആൾക്ക് ഉടനെ തന്നെ റീഹാബിലിറ്റേഷൻ ചെയ്താൽ, ന്യൂറോ റീഹാബ് ചെയ്താൽ കുറച്ചുകൂടെ ഫാസ്റ്റ് റിക്കവറി. പക്ഷേ ഇവർക്ക് പാടാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നല്ല, ഇവർക്ക് ഓരോ ജോയിൻറ്റിനനുസരിച്ചും ഓരോ ഡിസബിലിറ്റി അനുസരിച്ചും പല ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ മൊഡാലിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന അഡ്വാൻസ് സ്റ്റേറ്റിൽ റോബോട്ടിക്സ് ഉണ്ട്. റോബോട്ടിക്സ് വെച്ചിട്ട് നമ്മൾ തെറാപ്പി ട്രെയിനിങ് കൊടുക്കുന്ന ഇതുണ്ട്. പിന്നെ ഈ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യും, ബോട്ടുലിനം ടോക്സിന്. പക്ഷെ അതിനൊരു രീതിയുണ്ട്. അതിന് മുന്നേ നല്ല അഡിക്വേറ്റ് ആയിട്ട് ഫിസിയോതെറാപ്പി കൊടുത്തിട്ട് പിന്നെ ഏത് മസിൽ ഡാമേജ് ആയിരിക്കുന്നോ അതിൽ ബോട്ടോക്സ് ഇഞ്ചെക്റ്റ് ആ മസിലിനെ പാരലൈസ് ആക്കുന്ന. അപ്പോൾ അത് റിലീസായപ്പം വീണ്ടും നല്ല ആക്റ്റീവ് ഫിസിയോതെറാപ്പി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ ഓരോ ഇതിനനുസരിച്ച് ഡിഫറെൻറ്റ് മോഡാലിറ്റീസ് ഉണ്ട്. ഓക്കെ മാം, ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫങ്ഷൻ നിലച്ച് പോയിട്ട് അത് തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണല്ലോ, ഒരു പുഷ് അതിന് വേണമല്ലോ. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത്, അയാളുടെ ഒരു റെസിലിയൻസ് ഒക്കെ ഇതിൽ പ്രാധാന്യമുള്ള കാര്യമാണോ? അതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഇനിഷ്യൽ ഫേസിൽ ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും പേഷ്യൻറ്റിന്. അതല്ലാതെ സ്ട്രോക്കൊക്കെ വരുമ്പം പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷൻ തന്നെ പേഷ്യൻറ്റിന് കാണും കുറച്ച്. അപ്പോൾ അതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഈ ഡിപ്രസീവ് ഫേസിലിരിക്കും പേഷ്യൻറ്റ്. ഓക്കെ, ആ പേഷ്യൻറ്റിനെ നമ്മൾ എത്രയും പിടിച്ച് നടത്തിക്കാൻ ട്രൈ ചെയ്താലും അവർ കോപ്പറേറ്റ് ചെയ്യത്തില്ല. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ഫിസിയോതെറാപ്പി ആയാലും സ്പീച്ച് ആയാലും ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് അവർക്ക് ആവശ്യമുള്ളത് പേഷ്യൻ്റ് കോപ്പറേഷനാണ്. അപ്പം അത് എഗെയിൻ ന്യൂറോളജിസ്റ്റിൻ്റെ റോളാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ പേഷ്യൻറ്റ് കുറച്ച് നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു, ഐ കോണ്ടാക്റ്റ് വെക്കുന്നില്ല, അപ്പോൾ അവരുടെ ഡിപ്രഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ മെഡിസിൻസ് കൊടുക്കും. ചിലപ്പം ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് അവർ ഓർഗാനിക് സൈക്കോസിസ് പോലെ എന്തെങ്കിലും ബിഹേവ് ചെയ്യുവാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയും കൂടെ ഇൻവോൾവ് ചെയ്യും. എന്നിട്ട് അവരുടെ ആ മൂഡൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. വൺസ് റീഹാബ് സ്റ്റാർട്ട് ചെയ്യുമ്പം പൊതുവേ കണ്ടിട്ടുള്ളത് ഈ പേഷ്യൻസ് കുറച്ചൊക്കെ അവർ ഒരാഴ്ച ആക്റ്റീവായിട്ട് നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുമ്പം അവർക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് അവർ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും, ഫീൽ ആവും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അത്രയും നാൾ ആരെയും കാണാതെ ബെഡ്രിഡനായിട്ടിരിക്കുന്നവർ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ അവരെ പോലെ ആൾക്കാരെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കാണുമ്പം അവർക്ക് കുറച്ചുകൂടെ അതൊക്കെ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഒത്തിരി അവരുടെ മെൻ്റൽ ഹെൽത്തിൽ തന്നെ വളരെ പോസിറ്റീവ് ചേഞ്ച്, പ്ലസ് കെയർ ഗീവർക്കും അത്, കാരണം അവർക്ക് ഭാരം കുറയുക. അപ്പോൾ അത് അവരിൽ നമ്മൾ കാണാറുണ്ട് ശരിക്കും. അതെ മാം, ഈ കെയർ ഗിവേഴ്സ് മറ്റൊരു തന്നെ കാറ്റഗറിയാണ്. അവർക്ക് വേറെ ലൈഫ് ഉണ്ടാവും, ജീവിതം ഉണ്ടാവും. ചിലപ്പോൾ അവരധ്വാനിച്ചാലേ കുടുംബം പുലരുന്നുണ്ടാവുള്ളൂ, പക്ഷേ ഇവിടെ കൂടെ നിൽക്കുകയും വേണം. എങ്ങനെയാണ് ഈ കെയർ ഗിവേഴ്സിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് മാം എങ്ങനെയാണ് അവരോട് ഡീൽ ചെയ്യാറുള്ളത്? ആക്ച്വലി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. പലപ്പോഴും പലരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ചിലർ കെയർ ഗീവ് അവർ ഒരു കെയർ ടേക്കറെ വച്ച് നോക്കുന്നതായിരിക്കും. അപ്പം അവരോട് നമ്മളിത് പറയും ആദ്യത്തെ കാരണം ഒരാൾ കിടരോഗിയായിരിക്കുമ്പം ഇവർക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ് ആക്ച്വലി. കാരണം അവരുടെ മോഷൻ പോകുന്നത് ക്ലീൻ ചെയ്യണം, യൂറിൻ ട്യൂബ്, ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻസ് വരും, അത് നോക്കണം, ഫീഡിങ് കറക്റ്റ്. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും. ഇവരെ എത്രയും നമ്മൾ റീഹാബ് ചെയ്യുമ്പം ഒരു മാസം കൂടെ നിങ്ങൾ ആ സ്ട്രഗിള് എങ്ങനെയെങ്കിലും 2 നേരം ഫിസിയോതെറാപ്പി കൊണ്ടുപോകുക, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ കൊണ്ടുപോകുമെന്ന് പറയുമ്പം അവർ ചിലർ മനസ്സിലാക്കും, ചിലർ ഡിപ്പെൻസ് ഈച്ച് ഇൻഡിവിജ്വൽ. ചിലർ എനിക്കറിയുന്നതിൽ കുറേ 6 മാസം കണ്ടിന്യൂസ് റീഹാബ് എല്ലാം കൊടുത്ത് ഒരുവിധം, അതായത് 80 അബോവ് ഉള്ള പേഷ്യൻസിന് മക്കൾ അത്രയും കൊടുത്തിട്ട് കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് സിറ്റിംഗ് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്ത ഒരു ഇതായിട്ട് കൊണ്ടുവരുന്നത് ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെയാണ്. അവർക്ക് ഒത്തിരി മെൻ്റൽ സ്ട്രെസ്സ് കാണും, പക്ഷേ അതെയും നമ്മൾ ഹാൻഡിൽ ചെയ്ത് അവരെയും കൗൺസിൽ ചെയ്ത് കൊണ്ടുപോകണം. മാം, നമ്മൾ ഇത്ര സമയം ഈ സ്ട്രോക്കിനെ പറ്റിയും ഒരു സംസാരിച്ചപ്പോൾ ഈ കേട്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും. ഇതല്ലാതെ ചിലപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിക്കോട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും തലയിടിച്ച് വീഴുന്നതായിക്കോട്ടെ, അത്തരം ഇഞ്ചുറീസ് ഇത്തരം ഫങ്ഷണൽ ലോസിലേക്ക് നയിക്കാറുണ്ടോ? ശരിക്കും ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും സങ്കടകരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അത് യങ് പീപ്പിൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ 20s ഉള്ള ആൾക്കാർ ഒത്തിരി പേരെ കാണാറുണ്ട്. ഇൻഫാക്റ്റ് എനിക്ക് ഈ പാഷൻ തുടങ്ങിയതേ ഞാനൊരു 22 year old ഒരു ബോയ് പെയിൻറ്റിങ്ങിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഏണിയിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് ഓപ്പറേഷനൊക്കെ ചെയ്തു, പക്ഷേ ആ ഡാമേജ്ഡ് ഏരിയ ഡാമേജ്ഡ് ആണ്. അപ്പം ലൈഫ് ലോങ് അവൻ ബെഡ്രിഡനായി, അവൻ അറിയത്തില്ല, അവനൊരു ഗ്രാമത്തിലുള്ള ഒരു പയ്യന് ബെഡ്രിഡനായിട്ട് 2 കാലും നടക്കാൻ പറ്റാതെ ബെഡ് സോറായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പം എല്ലാവർക്കും ഫൈനാൻഷ്യലി നമ്മൾ ഈ എല്ലാം അഫോർഡബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവർ ചെറിയ രീതിയിൽ ഉള്ള ഫിസിയോതെറാപ്പി അവിടെ പറ്റുന്ന രീതിയിൽ കൊടുത്ത് അവനെ നമ്മൾ വീൽ ചെയർ ബൗണ്ടാക്കി. പിന്നെ എന്നു പറഞ്ഞാൽ ഇതിൽ ഇപ്പം അവനിരുന്ന പള്ളിയിലുള്ള അവരെല്ലാം ഒരു വീൽ ചെയറൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ആക്ച്വലി നമ്മൾ തിങ്ക് ചെയ്യുമ്പം ഇതിൽ കുറേ കാര്യങ്ങൾ, എക്സ്പെഷ്യലി ഈ പാരാപ്ലീജിയ എന്ന് പറയും, പോസ്റ്റ് സ്പൈനൽ ഇഞ്ചുറിയിൽ വരുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിലാകാം, ഇങ്ങനെ ഫോളിൽ വരാം. അത് അവർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീൽ ചെയർ ട്രെയിനിങ്, ചിലർക്ക് കൈ നല്ലതായിരിക്കും, ഏത് അവയവങ്ങൾ നന്നായിട്ടിരിക്കുന്നോ ആ അവയവങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണം. ഇതുണ്ട്, അതായത് ഹാൻഡ് ആൻഡ് മസിൽസിന് നല്ല മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് തെറാപ്പിയിൽ കൊടുക്കും. സെയിം നമ്മൾ ജിമ്മിലൊക്കെ ഹാൻഡ് മസിൽ സ്ട്രെങ്തൻ ആയാൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കൈ വച്ചിട്ട് ബോഡി പുഷ് ചെയ്ത് ചെയർ ടു ചെയർ ട്രാൻസ്ഫർ, ഇപ്പോൾ അവർക്ക് തന്നെ അസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കും ബാത്റൂമിലും സൈഡ് റെയിൽസ് വെച്ചിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് വീൽ ചെയർ എന്ന് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയേണ്ടത് നമ്മളെ ചുമതലയാണ്. നമ്മൾ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അവർ ഗൈഡൻസ് ഇല്ലാതെ വീട്ടിൽ കിടന്നു പോകും. ഇനി എനിക്ക് ലൈഫിൽ ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ ആ പയ്യന് പിന്നെ അവരുടെ പള്ളിയിൽ എല്ലാവരും ചേർന്നിട്ട് ഒരു സെറോക്സ് ഷോപ്പ് വെച്ച് കൊടുത്ത്. സോ നൗ ഹീ ഈസ് ഏബിൾ ടു വർക്ക് ബൈ ഹിംസെൽഫ്. സോ ഇതാണ് റീഹാബ്. ഇത് പലതരമുണ്ട്. ഇതിപ്പം നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് അഫോർഡബിൾ പേഷ്യൻസ് ആണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്ത് റോബോട്ടിക്സ് ഇങ്ങനത്തെ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം. ഏത് ലെവലിലും നമ്മൾ റീഹാബ് കൊടുക്കുക, അതായത് ഒരു പോർ സൊസൈറ്റി ആയാലും നമുക്ക് കൊടുക്കാൻ ഉള്ള ട്രെയിനിങ് ഉണ്ട്.
ഒരു വിധം വരെ കൊടുക്കാനുള്ള ട്രെയിനിങ്സ് ഉണ്ട്. മാം ഇതുപോലെ തന്നെയാണ് ഇത് പറഞ്ഞു വന്നപ്പോഴേ ഈ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ കുറേ കാണുന്നുണ്ടാകും, പ്രത്യേകിച്ച് ഈ ബൈക്കിൽ യങ് ആയിട്ടുള്ള അഡൽട്സ് പോകുന്നത്. അപ്പോൾ ഈ ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് എത്ര പ്രാധാന്യമുണ്ട്? ഇതിൻ്റെ ഒരു അവയർനെസ് പോലെ നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ 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 പ്രധാനം. കാരണം എനിക്ക് തോന്നുന്നു ഒരു ന്യൂറോളജിസ്റ്റ് ന്യൂറോ സർജൻ്റെ ലൈഫിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കേസസ് കാണുന്നത്. അത് വളരെ പെത്തറ്റിക് ആണ്. കാരണം ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പം എന്ത് സംഭവിക്കാം? ഹെൽമെറ്റ് വെക്കാതെ പോയി നിങ്ങൾ മറിഞ്ഞു വീണാൽ എന്തൊക്കെ സംഭവിച്ചാൽ ബ്രെയിനിന് എന്തുമാത്രം വേണമെങ്കിലും ഡാമേജ് ആണ്. ബ്രെയിൻ വന്ന് അത് ആ നാച്ചുറലായിട്ട് ഒരു ബോക്സിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു ബോക്സ് അത്രയ്ക്കും ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഒരു വലിയ ബോക്സാണ് സ്കല്ലിൻ്റെ അകത്ത് നേച്ചർ തന്നെ അത് അങ്ങനെ ബ്രെയിന് സേഫായിട്ട് വെച്ചിരിക്കും. കാരണം ബ്രെയിൻ വന്നിട്ട് എല്ലാ അവയവങ്ങളും എല്ലാ മൂവ്മെൻറ്റ്സിനും ബ്രെയിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ടു വീലേഴ്സിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് ഓട്ടുന്ന ആൾ മാത്രമല്ല ബാക്കിലുള്ള ആളും ഹെൽമെറ്റ് വെച്ചിരിക്കണം. പലപ്പോഴും നമ്മൾ കാണുന്ന ടു വീലേഴ്സ് പെട്ടെന്ന് സ്ലിപ്പ് ആവുമല്ലോ. അപ്പം ഞാൻ എൻ്റെ PG ടൈമിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്, ബസ്സിൻ്റെ അടിയിൽ പോയിട്ട് ബ്രെയിൻ വെളിയിൽ എക്സ്പോസ് ആയിട്ട് ലൈഫ് ലോങ് ബെഡ് റിഡനാണ്. അങ്ങനെ ഇഷ്ടംപോലെ പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. അതും 22 year old. ഓക്കെ, 22 year old അത്രയും ഹെഫ്റ്റി ആയിട്ടിരിക്കുന്ന ലൈഫ് ലോങ് ബെഡ് റിഡൻ ജീവിതം തുടങ്ങുന്ന ഒരു പ്രായമാകുമ്പം ജീവിതം തന്നെ വീണ്ടും കിടപ്പിലാവും. പേരൻസ് എത്ര നാൾ അവർ നോക്കും? അവരും ഒരു ഏജ് കഴിഞ്ഞ് ഇവരും എന്നും ലൈഫിൽ ബെഡ് റിഡൻ ആയിരിക്കും. അവർക്ക് ചിലർക്ക് അത് കഴിഞ്ഞ് ജീവിതകാലം ഫുള്ള് സംസാരിക്കാൻ പോലും പറ്റത്തില്ല, കണ്ണ് മാത്രം തുറക്കുന്നവരുണ്ട്, ചിലർ ഡീപ്പ് കോമയിൽ തന്നെ അങ്ങനെ കിടന്നു പോകുന്നവരുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. പക്ഷെ അത് ഹെൽമെറ്റ് പേഷ്യൻ്റ് ആയാലും ബൈക്ക് ഓട്ടുന്ന ആളായാലും ബാക്കിലിരിക്കുന്നവരായാലും ഹെൽമെറ്റ് വെക്കണം. മാം ഇതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ പോയാൽ തൊട്ടടുത്തുള്ള ഭാഗം ആ ഫങ്ഷൻ ഏറ്റെടുക്കും, എന്നിട്ട് അതൊന്ന് കവർ ചെയ്യുമെന്നുള്ളത്. ഇത് സത്യം തന്നെയാണ്? അതാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, റീവയറിങ്. അതെന്ന് വെച്ചാൽ ഫുൾ സത്യം എന്നല്ല. ഓക്കെ, അതായത് ഫുള്ളായിട്ട് ഇപ്പം ബ്രെയിനിൽ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ തിരിച്ച് അതുപോലെ നോർമൽ ലൈഫ് വരത്തില്ല. പക്ഷെ ഒരു അളവ് വരെ ലൈക്ക് അപ് ടു എ ലിമിറ്റ് മറ്റേ ഏരിയ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പം അതിലാണ് നമ്മൾ ഈ റീമോഡലിങ് ഇതും കാര്യങ്ങൾ ആ ഏരിയയിലാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ റോള് വരുന്നത് ആക്ച്വലി. ഇനി മാം ഇപ്പോൾ ഒരു 22 years old ഒരു മാമിൻ്റെ ഒരു കേസ് പറഞ്ഞു. അതുപോലെ മാമിൻ്റെ ഒരു മെമ്മറിയിൽ നിൽക്കുന്ന ഒരാളുടെ ലൈഫ് മാറിപ്പോയതോ അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചതോ അങ്ങനെ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ഓർമ്മയോ പങ്കുവയ്ക്കാനുണ്ടാവോ? എൻ്റെ ഏറ്റവും എനിക്ക് നല്ല റിമംബറൻസ് ആയിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ഈ പേഷ്യൻ്റ്. ആ ഒരു പേഷ്യൻറ്റിലാണ്, ദിസ് വാസ് ലൈക്ക് ഒരു 6 years ബാക്ക്. ഞാൻ ന്യൂറോളജി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു ചെറിയൊരു ലോക്കൽ നിയർ ബൈ ഹോസ്പിറ്റലിൽ കണ്ട ഒരു പേഷ്യൻ്റാണിത്. പക്ഷെ അന്നാണ് നമ്മളറിയാതെ എവിടെയോ ഇതിൽ ന്യൂറോളജി മാത്രമല്ല, നമുക്കിതിന് കൂടുതൽ അവരെ പഴയതുപോലെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം എൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. കാരണം ആ പേഷ്യൻ്റ് ഞാൻ പിന്നെ ഒരു 2 years കഴിഞ്ഞ് കണ്ടത് പുള്ളിക്ക് ഈ പുള്ളിയുടെ ആ ഒരു ഷോപ്പ് റീ ഓപ്പണിങ്ങിനായിരുന്നു. ഓക്കെ, അത് അപ്പോൾ അവരുടെ ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം സഹായിച്ച് ഒരു സെറോക്സ് കട പുള്ളിക്ക് വെച്ച് കൊടുത്തു. അതിന് മുന്നേ പുള്ളി എനിക്ക് തോന്നുന്നു 3 to 4 years ബെഡ് റിഡൻ ആയിട്ട് വെറുതെ വീട്ടിൽ കിടന്ന ആളവർ. സോ അതൊരു ശരിക്കും ഒരു റീ ലൈഫാണ് പുള്ളിക്ക്, പുനർജന്മം എന്ന് തന്നെ പറയാം. പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുറേ നാൾ ബെഡ് റിഡൻ ആയിട്ടിരിക്കുന്ന പേഷ്യൻസ് അവരെ ശരിക്കും ഒരു റീഹാബിലിറ്റേഷൻ ആ പാത്തൊന്ന് കാണിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ അത് അവർക്കൊരു ശരിക്കും റീബേർത്താണ് പലരുടെ ലൈഫിൽ. മാം ഇനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു ബ്രെയിൻ ഇഞ്ചുറിയോ സ്ട്രോക്കോ എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ കിടപ്പിലായി പോവുകയാണ്, ഇനി എൻ്റെ ലൈഫ് തീർന്നു എന്ന് വിചാരിക്കുന്ന ഇടമുണ്ടെങ്കിൽ മാമിന് ആസ് എ ന്യൂറോളജിസ്റ്റ് എന്താണ് ഒരു സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഒരു കെയർ ഗിവേഴ്സിനോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? മെസ്സേജ് ഇതാണ്, ഒരിക്കലും അതൊരു എൻഡല്ല. ഒരു സ്ട്രോക്ക് വന്നെന്നുള്ളത് ഒരു ലൈഫ് എൻഡല്ല. ഉറപ്പായിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞ ഇപ്പം ഏത് പാർട്ടാണ് ഇപ്പം നമുക്കിത് മനസ്സിലാവും. നമുക്ക് സംസാരിക്കാൻ ആ പേഴ്സണ് പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് അവിടുത്തെ ഉള്ള സ്പീച്ച് തെറാപ്പിസ്റ്റിന്
ഉൾക്കൊള്ളിപ്പിക്കണം. അത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോളുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ച് നടക്കാനൊക്കെ പറ്റുന്ന ആവുമ്പം ഉറപ്പായിട്ട് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ റോളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിലോട്ട് ഇതിൽ ലോട്ട് ഓഫ് പേഷ്യൻസ് ആണ് വേണ്ടത്. ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതല്ല, മാസങ്ങൾ വർഷങ്ങളാവാം. സോ അതിൽ ആ ഒരു സ്ട്രെങ്ത് വേണം. ആൻഡ് അത് പോസിറ്റീവായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പം അവർക്ക് തന്നെ അത് ഡിഫറൻസ് വിതിൻ 2-3 months തന്നെ പ്രോപ്പറായിട്ട് അവർ ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് അവർക്ക് അറിയാൻ പറ്റും. മാം, ഇത് കേൾക്കുമ്പോൾ മാം പറഞ്ഞു പോയ കാര്യം തന്നെയാണ്, എങ്കിലും ഒന്നുകൂടി വ്യക്തത വേണ്ടതുള്ളത് കൊണ്ടാണ്. പലരും വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ അമ്മ 1 വർഷം 2 വർഷമൊക്കെ ഞാനിങ്ങനെ ട്രെയിനിങ് എടുക്കണം, എനിക്ക് അത്രയൊന്നും സാമ്പത്തികമൊന്നുമില്ല, പറ്റുമൊന്നുമില്ല എന്ന്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മളൊരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അതിസാധാരണക്കാരനാണെങ്കിലും നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെയാണിത് നമുക്ക് സജ്ജീകരിക്കാൻ പറ്റുക? ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഉള്ള കറണ്ട് കോൺസെപ്റ്റ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ന്യൂറോ റീഹാബിലിറ്റേഷൻ, നമ്മളെ ഇന്ത്യൻ ന്യൂറോളജിക്കൽ അസോസിയേഷൻ്റെ അതുപോലെയുള്ള ഒരു വലിയ വിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് ടെലി റീഹാബിലിറ്റേഷനാണ്. ഓക്കെ, അതായത് വീട്ടിലും റൂറൽ ഏരിയാസിലുള്ള പേഷ്യൻറ്റിന് നമുക്ക് ഇപ്പം എല്ലാവർക്കും വാട്സപ്പും ഇതുമുണ്ട്. ഓക്കെ, സോ അത് വച്ചിട്ട് ഇറ്റ്സ് ഓൺ പ്രോഗ്രസ്. എനിക്ക് തോന്നുന്നു അടുത്ത 5 years അതെല്ലാം കുറച്ചുകൂടെ ആക്റ്റീവാണ്. വീട്ടിൽ അവർക്ക് ചില പേഷ്യൻസിന്, അത് ഞാൻ പറഞ്ഞാൽ റൂറൽ പേഷ്യൻസിന് തെറാപ്പിസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആവത്തില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ചൂസ് ചെയ്യാൻ പോകും മടി പിടിച്ചിട്ട്. പക്ഷെ ആ ഡിപ്പാർട്ട്മെൻറ്റൽ ഫിസിയോതെറാപ്പിയുടെ എഫക്റ്റ് നമുക്കൊരു ഹോം ബേസ്ഡ് ഫിസിയോയിൽ എപ്പോഴും വരത്തില്ല. കാരണം മെഷീൻസിൻ്റെ സപ്പോർട്ട് വേണം. ഇപ്പോൾ സ്റ്റാൻഡിങ് ആണ്, പാരലൽ ബാറ്, ഇങ്ങനെ കുറേ ട്രെയിനിങ് സപ്പോർട്ട് അവർക്ക് മെഷീൻ സപ്പോർട്ട് വേണം. ആൻഡ് ഇപ്പോൾ ഉള്ള അഡ്വാൻസ്ഡിൽ ഞാൻ പറഞ്ഞ പോലെ റോബോട്ടിക്സ് ഉണ്ട്. റോബോട്ടിക്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഹോസ്പിറ്റൽസിലും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതും പലതിനുണ്ട്. ഗേറ്റ് ട്രെയിനിങ് എന്നുണ്ട്. ഇതിപ്പോൾ സ്ട്രോക്ക് മാത്രമല്ല, സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡാമേജോ അതിന് മാത്രമല്ല, ഇപ്പോൾ ഈവൻ സിമ്പിൾ പാർക്കിൻസൺസ് ഡിസീസ് ഗ്രാജുവലായിട്ട് ഒരു പ്രോഗ്രസ് ആവുന്നത്, കയ്യിൽ വിറയലോടെ വരും. ഇപ്പം അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏർലി റീഹാബിലിറ്റേഷൻ ആദ്യം തന്നെ നമ്മൾ ആ പേഷ്യൻ്റെ ഫസ്റ്റ് ഫ്യൂ വിസിറ്റ്സ് കാണാൻ തുടങ്ങുമ്പോഴേ അവർ സൈഡ് ബൈ അവർക്ക് കുറേ നാളാകുമ്പം ബാലൻസ് പോവും, പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ആണ്. ഏർലി റീഹാബിലിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അവർ ഫിസിയോതെറാപ്പിസ്റ്റിൽ വിട്ടിട്ട് മെയിനായിട്ട് ഗെയിറ്റ് ആൻഡ് ബാലൻസ് ട്രെയിനിങ്, അതായത് നടത്ത ട്രെയിൻ ചെയ്യുക, ബാലൻസ് ട്രെയിനിങ് അവർക്ക് കൊടുക്കുക, അതിൽ ഫോക്കസ് ചെയ്ത്. അപ്പം ബാലൻസ് ട്രെയിനിങ് ഒക്കെ ഒരുവിധം മാത്രമേ വീട്ടിൽ കുറച്ചൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം കയറ് കെട്ടിയിട്ട് ഒരടി വെച്ചടി നടക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ തെറാപ്പി സെൻറ്ററിൽ പോകുമ്പം ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഓക്കെ, ഇത് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്ന വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ. പക്ഷേ അതിനേക്കാളും ഇതിവിടെ പ്രധാനമാണ്. സോ ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ ഫിസിയോ ആണ് മസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഫാമിലി കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, കൊണ്ടുപോകാൻ ആൾ വേണം. ഇങ്ങനത്തെയൊക്കെ വരുമ്പം തെറാപ്പിസ്റ്റ് തന്നെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സെയിം വിത്ത് ഓക്കുപേഷണൽ തെറാപ്പി, അവരും ചെറിയ ഇതിൽ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ. ഇപ്പം ഈവൻ റീസെൻ്റായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റഡിയിൽ എന്താ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ, ഈ ഡയബറ്റിസ് കാരണം കാലിൽ നരമ്പുകളിൽ ഡാമേജ് വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കുറേ വർഷം 20 വർഷം 30 വർഷം ഡയബറ്റിസ് വരുമ്പോൾ, നരമ്പ് ഡാമേജ് വരുമ്പം സെൻസേഷൻ കാണത്തില്ല, ചെരുപ്പൊക്കെ ഊരിപ്പോകുന്ന അറിയത്തില്ല. അപ്പോൾ ഈ ഓക്കുപേഷണൽ തെറാപ്പിയിൽ ഒരു കാറ്റഗറി ഉണ്ട്, സെൻസറി ഇൻറ്റിഗ്രേഷൻ പ്രോഗ്രാംസ്. അതായത് അവർ പല ചരൽ പോലെ മണൽ ഇതിലൊക്കെ സാൻഡ് പേപ്പർ ഇതിലൊക്കെ നടത്തി അവർ സെൻസേഷൻ പഠിപ്പിക്കുക. പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഇതൊക്കെ ഒന്നുമേ നമുക്ക് കൊടുക്കാനില്ലാത്ത സ്ഥലത്തിൽ അലോങ് വിത്ത് മെഡിസിൻസ് ഇതും കൂടെ കൊടുക്കുമ്പം കുറേയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് പേഷ്യൻസിൽ. മാം, ഇതിനിടയിൽ ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, പല രക്ഷിതാക്കളും മാം പറഞ്ഞു തുടക്കത്തിൽ ചിലപ്പോൾ പ്രസവ സമയത്തുണ്ടായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ജന്മനാ തന്നെയാവാം. കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ന്യൂറോ ഫങ്ഷണൽ ഡാമേജാണ് കാണാറുള്ളത്? അതിന് ശരിക്കും ട്രീറ്റബിൾ ആണോ? അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം അനുസരിച്ചാണ് അതിൻ്റെ ഡിസ്ഫങ്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ചില പിള്ളേർക്ക് ഫിറ്റ്സ് വരുന്ന പിള്ളേർ, അവർക്ക് ചിലപ്പം ഓർമ്മക്കുറവ് കാണും, മെമ്മറി ഇഷ്യൂസ് കാണും.
അല്ലെങ്കിൽ കുറേ നാൾ ഫിറ്റ്സ് വന്നിട്ട് ഓൾറെഡി ഡാമേജ്, അപ്പോൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാത്തവർ പിന്നെ ആയിരിക്കും പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ വന്ന ഡാമേജിന് മെമ്മറി ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ അഗെയിൻ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്യാം. പിന്നെ ചിലപ്പം നമ്മൾ കാണുന്നത് ചില പിള്ളേർക്ക് ഈ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള പിള്ളേർ വരാം, അല്ലെങ്കിൽ ഡിസ്ലെക്സിയ. ലൈക്ക് എനിക്കൊരു ഫിറ്റ്സ് വരുന്ന ഒരു കുട്ടിയായിരുന്നു, പക്ഷെ ഒരു 2-3 വർഷം കണ്ട പേഷ്യൻ്റാണ്. അപ്പോൾ പെട്ടെന്ന് വന്ന് അവർ പറഞ്ഞു അവർക്ക് കൊച്ചിന് സ്കൂളിൽ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത്, പക്ഷെ അവനെല്ലാം മനസ്സിലാവുന്നുണ്ട്. സോ ഒരു ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ട്, അതായത് നമ്മൾ സ്പീച്ച് തെറാപ്പി. അപ്പോൾ അവർ നോക്കിയപ്പം ഡിസ്ലെക്സിയാണ്, അവനെ വായിക്കുന്ന ഇതിൽ ഒരു റീഡിങ് ഡിസബിലിറ്റി ഉണ്ടാകും. സോ ആ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച് ഓൺ ടൈം നമ്മൾ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ്, കാരണം ലാംഗ്വേജ് എന്നുള്ളത് 5 വർഷം പഠിച്ച ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൊണ്ട് മാത്രമേ അവർക്കൊരു റീഹാബ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതൊരു ന്യൂറോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷനോ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരെ ഡയറക്റ്റ് വിട്ട് വിതിൻ 6 months ആ ബോയുടെ റീഡിങ് ഇത് നോർമലായി. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഓൺ ടൈം ഐഡൻറ്റിഫൈ ചെയ്ത് ആ റീഹാബിലിറ്റേഷൻ കൂടെ കൊടുക്കണം. ഓക്കെ മാം, ഇതുപോലെയാണ് പല രക്ഷിതാക്കൾക്കുള്ളൊരു നൈറ്റ് മെയർ ആണെന്ന് തന്നെ പറയാം. പനി കുഞ്ഞുങ്ങൾക്ക് അധികമായാൽ അത് ബ്രെയിനിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ആദി, അത് ഫിക്സ് ആവുമോ എന്നുള്ളത്, അത് എത്രമാത്രം ശരിയാണ്? അത് ഫെബ്രൈൽ സീഷേഴ്സ് എന്നുള്ളതാണ്. എല്ലാ പിള്ളേർക്കും വരണമെന്നില്ല. ഈ ഫിറ്റ്സിൻ്റെ പൊട്ടൻഷ്യൽ, സീഷ്രോജനിക് പൊട്ടൻഷ്യലുള്ള ചില ആൾക്കാർക്ക് ഫെബ്രൈൽ സീഷേഴ്സ് വരാം. വന്നാൽ ഉടനെ ഉറപ്പായിട്ടത് പ്രോപ്പറായിട്ട് പീഡിയാട്രിഷ്യൻ്റെ അടുത്തും ന്യൂറോളജിസ്റ്റിനും കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ്. ഫിറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് തന്നെ പിന്നെ ബ്രെയിൻ ഡാമേജിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അതിനെക്കുറിച്ച് വേറൊന്നുകൂടി പറയാറുണ്ട്, ഒരു 6 years വരെയൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഒരു 6 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ? ഫെബ്രൈൽ സീഷേഴ്സിൻ്റെ കാര്യമാണ് അവർ പറയുന്നത് 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ ജന്നി എന്നുള്ളത് പലതരമുണ്ട്. ഓക്കെ, ഇത് അല്ലാതെ വരുന്ന ജന്നികളുണ്ട്. അപ്പം ജന്നി എന്നുള്ളത് അത് പ്രോപ്പറായിട്ട് ന്യൂറോളജിസ്റ്റ് പറയുന്ന അനുസരിച്ച് മരുന്നുകൾ എടുത്തിരിക്കണം. പലരും സ്വന്തമായിട്ട് നിർത്തും. അത് പിന്നെ കുറേ നാളായിട്ട് പഠിത്തത്തിൽ ഡല്ലാവും, അത് മനസ്സിലാവത്തില്ല അവർക്ക്. പക്ഷെ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ബ്രെയിനിൽ ലോങ് ടേം ഡാമേജിൽ പോകാൻ ചാൻസ്. അതെ മാം, നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നാളായി ഇപ്പോൾ ഫിക്സ് വരുന്നില്ല, അപ്പം മെല്ലെ മെല്ലെ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തി, ഗുളിക അങ്ങ് നിർത്തി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പ്രോപ്പറായിട്ട് ആ ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്ത് EG ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു ക്രൈറ്റീരിയ കാണും. ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ പ്രോപ്പറായിട്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞാലേ നിർത്താവുള്ളൂ ജന്നിയുടെ മരുന്ന്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ ഒരു കാര്യം കൂടി മാം, ഈ ഫിക്സ് വന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു ടീനേജ് ആയിക്കോട്ടെ, ഏത് പ്രായം ആയിക്കോട്ടെ, ഏതുവരെയാണ് അവർക്ക് പ്രശ്നമുണ്ടാവുക? അവർ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിലായി പോകുന്ന അവസ്ഥയുണ്ടോ? ഏതുവരെ ഫിക്സ് നിങ്ങളെ കുഞ്ഞിനെ ബാധിക്കാമെന്ന് ചോദിച്ചാൽ? അത് എഗെയിൻ ഫിറ്റ്സിൻ്റെ കാരണം അനുസരിച്ചാണ്. ഓക്കെ, ഫിറ്റ്സ് പല കാരണങ്ങളിൽ വരാം. അതായത് ഒരു കൊച്ചിന് ഫോർ എക്സാമ്പിൾ ഈ ഫെബ്രൈൽ സീഷർ ഇരിക്കുന്നവർ തന്നെ അതിലൊരു 40% ആൾക്കാർക്ക് അഡൽട്ട് ആകുമ്പം ജന്നി വരാം. എപ്പിലെപ്സി രോഗത്തിലോട്ട് പോവാം. അല്ലെങ്കിൽ കുഞ്ഞുനാളിലൊരു ബ്രെയിൻ ഫീവർ വന്നു, മെനിങ്കോ എൻകെഫലൈറ്റിസ് വന്നു, അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ അവർക്ക് ഫിറ്റ്സ് വരാം. ഇനി പല റീസൺസ്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് അഫക്റ്റ് ചെയ്താലും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ചെറുതായിട്ടിരിക്കുമ്പം ബ്രെയിൻ ഇഞ്ചുറി, ആ ഇഞ്ചുറി ഡാമേജിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ഈ ജന്നി എന്ന് പറയുന്നത്. സോ റീസൺ അനുസരിച്ചാണ്. ഇപ്പം ബ്രെയിനിൽ നല്ല ചതവുള്ള ഒരു ബ്രെയിൻ ഡാമേജ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് ഫിറ്റ്സിൻ്റെ മരുന്ന് എടുക്കാൻ പറ്റും. പല റീസൺസിൽ, ഈവൻ ജെനറ്റിക് കോസസ്, ഹെറിഡിറ്ററി ആയിട്ട് വരാം, പാരമ്പര്യമായിട്ടുള്ള, അതിന് ചിലപ്പോൾ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. പിള്ളേർക്ക് ആണെങ്കിൽ നമ്മൾ 2 വർഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. 2 വർഷത്തിൽ ജന്നിയൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ടേപ്പർ ചെയ്ത് നിർത്താൻ നോക്കും. ചിലർക്ക് 2 വർഷം കൊടുത്ത് നിർത്തിയ ശേഷം പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ വീണ്ടും നമ്മൾ ചിലപ്പോൾ 5 years വരെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ചിലർക്ക് 5 years കൊടുത്തിട്ട് നിർത്തിയ ശേഷവും പിന്നെ ലൈഫ് ലോങ്, പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ ലൈഫ് ലോങ് കുഞ്ഞിനെയും മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും കുഞ്ഞ് അത്തരത്തിൽ ഫിക്സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നെങ്കിൽ കൃത്യമായി നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് എത്തുക, ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. മാം, എനിക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നതാണ്. ഞാൻ വിളിക്കുമ്പോൾ തന്നെ മാം ICUവിലൊരു പേഷ്യൻറ്റിനെ നോക്കുകയായിരുന്നു എന്നറിയാം. ഞാൻ വിശ്വസിക്കുന്നത്
കുറേ മനുഷ്യരുടെ, അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് സ്ട്രോക്ക് വന്നാൽ പിന്നെ കിടപ്പിലായി എന്നുള്ളതാണ്. അങ്ങനെയല്ല. നിങ്ങൾക്ക് പഴയ ജീവിതം അതുപോലെ അല്ലെങ്കിലും ഒരുപക്ഷെ അതുപോലെ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ന്യൂറോ റീഹാബ് എന്ന് പറയുന്നത്. അതിലേക്ക് വെളിച്ചം വീശാൻ ഈ സംഭാഷണം സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.